ലൈഫ് സ്റ്റിപ്പേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾ ഏവരും കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ഫാൻ പേജിലും നടക്കുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 പേരുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 8ൽ കാണാൻ സാധ്യതയുള്ള 3 പേരുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സീസൺ 8ൽ കാണാൻ വളരെയേറെ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ് ഞാൻ ആദ്യ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അടുത്ത 3 പേരുടെ വിവരങ്ങളാണ്. സോഷ്യൽ മീഡിയയിലും ഫാൻ പേജിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 3 പേരിൽ ആദ്യത്തേത് രാഷ്ട്രീയ നിരീക്ഷകനും ടെലിവിഷൻ ചർച്ചയിലെ സ്ഥിരം സാന്നിധ്യവുമായ രാഹുൽ ഈശ്വറിൻ്റെതാണ്. ശബരിമല തന്ത്രി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. സൂര്യ ടിവിയിലെ മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയുടെ വിജയിയായിരുന്നു രാഹുൽ ഈശ്വർ. ചാനൽ ചർച്ചയിലെ സംവാദ വേദികളിൽ തിളങ്ങി നിൽക്കുന്ന രാഹുൽ ബിഗ് ബോസ് വീട്ടിൽ എത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗെയിം രാഹുലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സീസൺ 8ലെ അടുത്ത മത്സരാർത്ഥിയായി വരും എന്ന് പറഞ്ഞു കേൾക്കുന്ന പേര് മലയാളം ടെലിവിഷൻ രംഗത്തെ പ്രശസ്തയായ അവതാരകയും റേഡിയോ ജോക്കിയുമായ ലക്ഷ്മി നക്ഷത്രയാണ്. ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് അവർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. 17-ാം വയസ്സിൽ റെഡ് FM-ലൂടെ കരിയർ ആരംഭിച്ച ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക്, ടമാർ പടാർ എന്നീ റിയാലിറ്റി ഷോകളിലൂടെയാണ് മലയാളികളുടെ ശ്രദ്ധ നേടിയെടുത്തത്. ലക്ഷ്മി നക്ഷത്രയ്ക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമായി നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. സീസൺ 8ൽ ലക്ഷ്മി നക്ഷത്രയെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വലിയ ഒരു സപ്പോർട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കും എന്നത് വാസ്തവമാണ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കുന്നതിനും അതുമാത്രം പോരാ എന്നത് മുൻകാല സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സീസൺ 8ൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്ന അടുത്ത മത്സരാർത്ഥിയുടെ പേര് മലയാളം സോഷ്യൽ മീഡിയ രംഗത്ത് പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും യൂട്യൂബിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട രചന വിഷ്ണുരാജാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമായി മില്യൺസ് ഫോളോവേഴ്സാണ് ഉള്ളത്. ഇൻസ്റ്റഗ്രാമിലെ കോമഡി റീൽസുകളിലൂടെയാണ് രചന ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. രചന വിഷ്ണുരാജ് ബിഗ് ബോസ് സീസൺ 8ൽ വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത 3 പേരും സീസൺ 8ന്റെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. എന്നിരുന്നാലും അന്തിമ തീരുമാനം ഏഷ്യാനെറ്റിന്റെ മാത്രമാണ്. സീസൺ 8ന്റെ കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 8ന്റെ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക്